ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് നല്ലൊരു കഞ്ഞിയും ചെറുപയർ പുഴുക്കും നല്ലൊരു ചമ്മന്തിയും പപ്പടവും ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും മീനും ചിക്കനൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കഞ്ഞിയും പുഴുക്കൊക്കെ കിട്ടിയാൽ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ ആദ്യമായി ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറുപയർ പുഴുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു അരക്കപ്പ് ചെറുപയർ തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിനി കുതിർത്ത് വെക്കാൻ മറന്നുപോയെങ്കിൽ നല്ല ചൂട് വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചാൽ മതി. നമ്മളെപ്പോഴും അരിയും ചെറുപയറും കടലയും ഒക്കെ ഇതുപോലെ കുതിർക്കാൻ വെക്കുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർക്കാൻ വെക്കണം. അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെച്ച് കൂടിയ തീയിൽ 1 വിസിലും കുറഞ്ഞ തീയിൽ 2 വിസിലും അത്രയും മതി. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറുപയർ വെന്ത് കിട്ടും. അപ്പൊ ഈ ഒരു ചെറുപയർ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു അര കഷ്ണം സവാളയും ഒരു 3-4 കറിവേപ്പിലയും 2 വറ്റൻമുളക് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് ആദ്യം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയത് കൊണ്ട് അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കിതെല്ലാം കൂടി മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കാം. പപ്പടം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് പതിവ്. എന്നിട്ട് കേടാകാതിരിക്കാൻ ഫ്രിഡ്ജിൽ വെക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ അധികം അങ്ങ് ബോള് പോലെ പൊങ്ങി വരാത്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മൾ ഈ ഒരു പയറ് കുക്കറിൽ വേവിക്കാൻ വെച്ച അതേ ടൈമിൽ നമ്മൾ വേറൊരു കുക്കറിൽ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മട്ട റൈസാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് കഞ്ഞി റെഡി ആയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ പപ്പാട ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചെറുപയർ വെന്തോ എന്ന് നോക്കാം. അപ്പൊ ഇത് കുക്കർ നമ്മൾ 3 വിസിലൊക്കെ അടിച്ച് അതിന്റെ പ്രഷർ നന്നായിട്ട് പോയതിനു ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട്. ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒഴിച്ചു കൊടുത്ത വെള്ളവും 1/4 ഭാഗവും വറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് തിക്കായിട്ടിരിക്കുന്ന പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള പുഴുക്കാണ് വേണ്ടതെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഏകദേശം ഒരു 4 ചെറിയ ഉള്ളിയും 3 വെളുത്തുള്ളി അല്ലിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പൊ ഇത് ചതച്ചെടുത്തത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പച്ച കുത്തല് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പയറ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ആ ടൈമിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പൊ മഞ്ഞൾപ്പൊടിയും നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ചെറുപയർ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചെറുപയർ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ വെറും 10 മിനിറ്റ് കൊണ്ട് നല്ല ചൂട് കഞ്ഞിയും കൂടെ കറികളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കഞ്ഞി ഞാൻ ഇതുപോലൊരു ചെറിയൊരു കലത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കലവും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കഞ്ഞിക്കെപ്പോഴും ഇതുപോലെ മട്ട റൈസാണ് നല്ലത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കുക്കറിൽ പയറും വേറൊരു കുക്കറിൽ കഞ്ഞിയും ഉണ്ടാക്കാൻ വെച്ചു. അത് വെന്ത് കിട്ടുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു ചമ്മന്തിയും പപ്പടവും ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കഞ്ഞി വിളമ്പാൻ ഇതുപോലൊരു നല്ലൊരു മണ്ണിൻ്റെ പാത്രവും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂട് കഞ്ഞി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ മണ്ണ് കൊണ്ടുള്ള പാത്രത്തിൽ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഈ ഒരു കഞ്ഞിയുടെ സൈഡിലായിട്ട് കുറച്ച് ചെറുപയർ പുഴുക്ക് വിളമ്പി കൊടുക്കുക. ഇനി ചമ്മന്തി ഇതുപോലെ ഒരു ചെറിയ ഉരുളയാക്കി ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. 2 ചെറിയ കഷ്ണം നെല്ലിക്ക ഉപ്പിലിട്ടത് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടി ഒരു അച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു മിക്സഡ് വെജിറ്റബിൾ അച്ചാറാണ്. ഇനി നടുക്ക് ഇതുപോലൊരു പപ്പടവും. അപ്പോൾ ഇത് സംഭവം സെറ്റായി. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതുപോലെ ഇടയ്ക്കൊക്കെ കഞ്ഞി വെച്ച് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.